ഒരേ സമയം പരോപകാരിയും അപകടകാരിയുമായ ഒരു ഉപകരണമാണ് നമ്മുടെ ഫ്രിഡ്ജ് അഥവാ റെഫ്രിജറേറ്റർ. പച്ചക്കറികളും പഴങ്ങളും പാലും ആട്ടിയമാവും ഒക്കെ കേടാകാതെ സൂക്ഷിക്കാം, നല്ല കാര്യമാണ്. പക്ഷേ ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിലൂടെ എന്തോരം അസുഖങ്ങളാണ് നമ്മളെ തേടി വരുന്നതെന്നോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് എത്ര പേർക്കറിയാം? ചിക്കൻ ഫ്രൈഡ് റൈസ് പോലുള്ളവയൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച് അപ്പോൾ എടുത്ത് ചൂടാക്കി തരുന്നവയാണ്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ഇതൊക്കെ കാരണങ്ങളാവുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാതിരിക്കുക, പ്രത്യേകിച്ച് കുക്ക്ഡ് ഫുഡ്. അതുപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും ഒരാഴ്ചത്തേക്കുള്ളതേ വാങ്ങി സൂക്ഷിക്കാവുള്ളൂ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വേണ്ടതിലധികം എടുക്കാറുണ്ട്, ശരിയല്ലേ? ശരിക്കും ഒരാഴ്ചത്തേക്കുള്ള ഒരു മീൽ പ്ലാനിങ് തയ്യാറാക്കണം. അതിനനുസരിച്ച് മാത്രം ഷോപ്പ് ചെയ്യുക. ഒരു മാസത്തേക്കുള്ളത് എടുത്താൽ അതിൽ പകുതിയും ചീത്തയായി പോകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആൾക്കറിയാം ഒരാഴ്ചത്തേക്ക് നമുക്ക് എത്ര വേണമെന്ന്. ഇതിലൂടെ ധാരാളം പണവും ലാഭിക്കാം. കുറച്ച് വാങ്ങിയാൽ നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസേഷനും എളുപ്പമാക്കാം. അത്യാവശ്യം ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് വാങ്ങി വെക്കണം. മീഷോയിൽ നിന്നൊക്കെ ചീപ്പായിട്ട് ഓർഗനൈസേഴ്സ് വാങ്ങാൻ കിട്ടും. ഇത് നമ്മുടെ ജോലിയും എളുപ്പമാക്കും. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ എവിടെയൊക്കെയാണെന്ന് എളുപ്പം മനസ്സിലാക്കാം. പച്ചക്കറികളും പഴങ്ങളും പാലുമൊക്കെ നന്നായി കഴുകി തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാൻ കല്ലുപ്പിട്ട് കഴുകിയാണ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ എടുത്തു വയ്ക്കുന്നത്. പാൽ കവറിലും മുട്ടയിലും ഒക്കെ എന്തോരം അഴുക്കുണ്ടെന്നറിയോ? അതൊക്കെ കഴുകി തന്നെയാണ് വെക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞു വയ്ക്കുന്നത്, പച്ചക്കറികൾ അരിഞ്ഞു വയ്ക്കുന്നത്, തേങ്ങ ചിരകി വയ്ക്കുന്നത്, ഇതൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് അടുക്കളപ്പണി എളുപ്പമാക്കും. ഇതിനൊക്കെയാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ഒരാഴ്ചത്തേക്ക് കുക്ക് ചെയ്ത് വെക്കാനല്ല കേട്ടോ. കുക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ പരമാവധി 2 ദിവസത്തേക്ക് മാത്രം ഫ്രിഡ്ജിൽ വെക്കണം. അതും ടോപ്പിലെ ഷെൽഫിൽ. താഴത്തെ ഷെൽഫുകളിലാണ് പച്ചക്കറിയും പഴങ്ങളും ഒക്കെ വെക്കേണ്ടത്. ഒരിക്കൽ എടുത്ത് ചൂടാക്കി വീണ്ടും ഫ്രിഡ്ജിലേക്ക് പോകരുത്. ചെറിയ മടികൾക്ക്, ചെറിയ ലാഭങ്ങൾക്ക് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. എൻ്റെ ഫ്രിഡ്ജ് ഇപ്പോഴും പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. 15 വർഷത്തിൽ കൂടുതലായി വാങ്ങിയിട്ട്. എല്ലാ ആഴ്ചയും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിട്ട് വെള്ളത്തിൽ സോഡാപ്പൊടിയും വിനാഗിരിയും കൂടെ കലക്കി ഫ്രിഡ്ജിൻ്റെ ഉൾവശം തുടച്ചെടുക്കും. ആഴ്ചയിലൊരിക്കൽ ഡീഫ്രോസ്റ്റ് ചെയ്യും. ആഴ്ചയിൽ 1-2 വട്ടം നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാം. ഫ്രീസറിൽ ഒരിക്കലും മഞ്ഞുമലകൾ ഉണ്ടാവാതെ നോക്കണം. ഇടയ്ക്കിടെ ഡീഫ്രോസ്റ്റ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവില്ല. ഫ്രിഡ്ജ് എളുപ്പം കേടാവുകയുമില്ല. സൂക്ഷിച്ച് നോക്കിയും കണ്ട് ഉപയോഗിച്ചാൽ എല്ലാ ഉപകരണങ്ങളും ഉപകാരി തന്നെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇതുപോലുള്ള ഓർഗനൈസിങ് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ.